ബേസിക് കോൺസെപ്റ്റ്സ്, ബേസിസ് ഓഫ് ചാർജ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റിസീപ്റ്റ്. കാളിദാസൻ രഘുവംശത്തിൽ കിങ് ദലീപിനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നത്, കിങ് ദലീപ് അദ്ദേഹത്തിൻ്റെ സബ്ജക്ട്സ് അല്ലെങ്കിൽ പ്രജകളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് എന്തുപോലെയാണെന്ന് വെച്ചാൽ, സൂര്യൻ ഭൂമിയിൽ നിന്ന് മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം വലിച്ചെടുത്തിട്ട് അത് 10 മടങ്ങായി തിരിച്ചു കൊടുക്കുന്ന പോലെയാണ്. അതായത് ഇത്രയേ ഉള്ളൂ, കിങ് ദലീപ് ടാക്സ് കളക്ട് ചെയ്യുന്നത് അത് ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കാനാണ്, ഇൻ ദ ഫോം ഓഫ് വെൽഫെയർ. ഇൻകം ടാക്സ് കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് പല ഫോംസിൽ. ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് ഇന്ത്യയുടെ ടാക്സേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള റെലവൻറ്റ് ഇൻഫർമേഷൻ കിട്ടും. ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി, പുരാതന ചരിത്രം എടുത്ത് നോക്കിയാൽ ഇൻകത്തിൻ്റെ മുകളിലും എക്സ്പെൻഡിച്ചറിൻ്റെ മുകളിലും മറ്റ് സബ്ജക്ട്സിൻ്റെ മുകളിലും ഇമ്പോസ് ചെയ്ത ടാക്സേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇൻകം ടാക്സ് എന്ന് പറയുമ്പം ഇൻകത്തിന് മുകളിൽ നമ്മൾ ലെവി ചെയ്യുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. അതുപോലെ പണ്ടത്തെ കാലത്ത് എക്സ്പെൻഡിച്ചറിൻ്റെ മുകളിലും മറ്റ് സബ്ജക്ട്സിൻ്റെ മുകളിലും ടാക്സ് ലെവി ചെയ്തിട്ടുണ്ട്. മിക്ക യൂറോപ്യൻ സിവിലൈസേഷൻ ഹോപ്പിംഗ് സ്റ്റേജിൽ നിന്നപ്പോഴും മൗര്യ എംപയറിന് ഇന്ത്യയിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ടാക്സേഷൻ പോളിസി ഉണ്ടായിരുന്നു. അതായത് മറ്റുള്ള യൂറോപ്യൻ സിവിലൈസേഷൻ കുതിച്ചു വന്നിരുന്നത്, അതായത് ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ പോലും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ടാക്സേഷൻ പോളിസി ആർക്കുണ്ടായിരുന്നു? മൗര്യ എംപയറിന്. ആ മൗര്യ എംപയറിൻ്റെ മിനിസ്റ്റർ ആയിരുന്ന കൗടില്യ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ, അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിൽ 327 BC ആ ഒരു കാലഘട്ടത്തിലുള്ള ടാക്സേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെയും എക്കണോമിക്സിൻ്റെയും ഫിസ്ക്കൽ പോളിസി, ഗവൺമെൻറ് പോളിസിൻ്റെയൊക്കെ കുറിച്ചുള്ള കണ്ടംപററി ഇന്ത്യൻ തിങ്കിങ്ങിന് ഒരു നല്ലൊരു എവിഡൻസാണ് ആ ഒരു ബുക്ക്, അർത്ഥശാസ്ത്ര ബൈ കൗടില്യ. മോഡേൺ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സർ ജെയിംസ് വിൽസൺ ആണ് 1860. എന്തിന്? മിലിറ്ററി മ്യൂട്ടിനി. 1857 വന്ന മിലിറ്ററി മ്യൂട്ടിനി കാരണം ഗവൺമെൻറ്റിനുണ്ടായിട്ടുള്ള ലോസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇൻകം ടാക്സ് 1860 സർ ജെയിംസ് വിൽസൺ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ആക്ട് നമ്മൾ പുതിയ ആക്ട് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് മുമ്പ് ആ 1860 കൊണ്ടുവന്ന ഇൻകം ടാക്സ് ആക്ട് പുതിയ ആക്ട് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പുതിയ ആക്ട് എന്ന് പറയുമ്പോൾ അറ്റ് പ്രസൻറ്റ് ഇൻകം ടാക്സ് ആക്ട് 1961 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് നിലവിൽ വന്നത് 1st April 1962. 1961 എന്നാണ് പേരെങ്കിലും 1962 നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ 1st April 1962 അത് നിലവിൽ വന്നത്. എന്തിനാണ് ഈ ടാക്സസ് കളക്ട് ചെയ്യുന്നത്? ഇന്ത്യ പോലുള്ളൊരു വെൽഫെയർ കൺട്രി അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് ഹിയർ മീൻസ് കൺട്രി, ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ ഗവൺമെൻറ്റിന് പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പ്രാഥമിക റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അവിടെയുള്ള സിറ്റിസൻ്റെ വെൽഫെയർ. എന്തൊക്കെ കാര്യത്തിൽ? ഹെൽത്ത് കെയറിൽ, എഡ്യൂക്കേഷനിൽ, മറ്റ് റോഡ് പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ എംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി, മറ്റ് ഡെവലപ്മെൻറ്റ് നീഡ്സ്. ഈ നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് എന്ത് വേണം? ഗവൺമെൻറ്റിന് റവന്യൂ വേണം, വരുമാനം വേണം. ഈ പറയുന്ന ഫെസിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് വരുമാനം വേണം, റവന്യൂ. സോ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ആണ് എന്ത്? ടാക്സേഷൻ. എന്തിന്? ഈ പറയുന്ന പബ്ലിക് വെൽഫെയർ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ. സോ ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ആണ് ഈ ടാക്സേഷൻ ഫോർ മീറ്റിംഗ് പബ്ലിക് വെൽഫെയർ എക്സ്പെൻഡിച്ചർ. മറ്റ് അർത്ഥത്തിൽ പറഞ്ഞാൽ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത്, പബ്ലിക്കിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് ഒരു കൈ കൂടെ, മറുവശത്തൂടെ അല്ലെങ്കിൽ മറുകൈ കൂടെ പബ്ലിക് അറ്റ് ലാർജ്, പബ്ലിക്കിന് വേണ്ടി വെൽഫെയർ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യുന്നു. അതായത് ഒരു കൈ കൂടെ വാങ്ങിയിട്ട് മറ്റു കൈ കൂടെ കൊടുക്കുന്നു. ഒരു കൈ കൂടെ ടാക്സ് കളക്ട് ചെയ്തിട്ട് മറ്റ് കൈ കൂടെ പബ്ലിക്കിന് വലിയ തോതിൽ തന്നെ വെൽഫെയർ എക്സ്പെൻഡിച്ചർ നടത്തുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നോ വൺ എൻജോയ് ഹാൻഡിങ് ഓവർ ദിസ് ഹാർഡ് ഏൺഡ് മണി ടു ഗവൺമെൻറ് ടു പേ ടാക്സ്. അതായത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ആർക്കും അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നേടിയ പൈസ ഗവൺമെൻറ്റിന് ടാക്സിൻ്റെ പേരിൽ അടയ്ക്കാൻ ആർക്കും ഇഷ്ടമല്ല. ടാക്സസ് എന്ന് പറയുന്നത് കമ്പൽസറിയാണ് അല്ലെങ്കിൽ എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷനാണ് ടു ഗവൺമെൻറ് റവന്യൂ ബൈ പബ്ലിക്. അതായത് പബ്ലിക് ഗവൺമെൻറ് റവന്യൂവിലേക്ക് കോൺട്രിബ്യൂഷൻ, എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ, അത് കമ്പൽസറിയാണ്, അത് മാൻഡേറ്ററിയാണ്. അല്ലാതെ അവർക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി എന്നുള്ള ഒരു നിയമം ഇല്ല.
ടാക്സ് കമ്പൽസറിയാണ്. ഒരു സ്റ്റാറ്റ്യൂട്ട് വന്ന് അത് പ്രകാരം ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ ഗവൺമെൻറ്റിനുണ്ട്. സോ അത് കമ്പൽസറിയാണ്. എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ, നമ്മൾ നിർബന്ധപൂർവം കൊടുക്കേണ്ട കോൺട്രിബ്യൂഷനാണ് ടു ഗവൺമെൻറ് റവന്യൂ ബൈ പബ്ലിക്. ഗവൺമെൻറ് ഈ പറയുന്ന ടാക്സ് എന്തിൻ്റെയൊക്കെ മുകളിൽ ലെവി ചെയ്യാം? ഇൻകം. ഈ ടാക്സ് ഇൻകത്തിൻ്റെ മുകളിൽ, ബിസിനസ് പ്രോഫിറ്റിൻ്റെ മുകളിൽ, വെൽത്തിൻ്റെ മുകളിൽ ഒക്കെ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് ലെവി ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റും. ഇൻകത്തിൻ്റെ മുകളിൽ ലെവി ചെയ്ത് കളക്ട് ചെയ്യുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. അതുപോലെ ബിസിനസ് പ്രോഫിറ്റിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻകം ടാക്സിൽ PGBP, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ നമ്മൾ പഠിക്കും. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അതുപോലെ ബിസിനസ് പ്രോഫിറ്റിൻ്റെ മുകളിൽ വെൽത്തിൻ്റെ മുകളിലുള്ള ടാക്സാണ് വെൽത്ത് ടാക്സ്. ഓർ ആഡിഡ് ടു ദ കോസ്റ്റ് ഓഫ് സം ഗുഡ്സ്, സർവീസ് ആൻഡ് ട്രാൻസാക്ഷൻ, അതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് GST. GST ഒക്കെ എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ മറ്റ് ട്രാൻസാക്ഷൻ്റെയോ മുകളിൽ, അതിൻ്റെ കോസ്റ്റിൻ്റെ മുകളിൽ ഇൻകർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ലെവി ചെയ്യുന്ന ടാക്സ് ആവാം. അതായത് അത് ഉദ്ദേശിക്കുന്ന GSTനെയാണ്. ഇനി ബേസിക് റീസൺ ടു ഇമ്പോസ് ടാക്സേഷൻ, ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ 3 ഇവിടെ പറയുന്നത്. ഒന്ന്, ടു പ്രൊവൈഡ് ബേസിക് ഫെസിലിറ്റി ഫോർ എവറി സിറ്റിസൺ ഓഫ് ദ കൺട്രി, ആ രാജ്യത്തുള്ള എല്ലാ സിറ്റിസണിനും ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്, മൾട്ടിപ്പിൾ ഗവൺമെൻറ്റ്സിന് ഫിനാൻസിങ്ങിന് വേണ്ടി. മൂന്നാമത്, ലൈഫിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കൺട്രിയിലെ എല്ലാ സിറ്റിസണിനും ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗവൺമെൻറ് ടാക്സേഷൻ്റെ പേരിൽ എന്ത് മണി ഏൺ ചെയ്താലും അല്ലെങ്കിൽ റിസീവ് ചെയ്താലും അത് ആ രാജ്യത്തുള്ള സിറ്റിസൺസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ചില സർവീസസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിലും ഇലക്ട്രിസിറ്റിയിൽ, റോഡ് പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഫ്രീ ഹൗസസ് ഫോർ പുവർ, വാട്ടർ സപ്ലൈ, പോലീസ്, ഫയർ ഫൈറ്റേഴ്സ്, ജുഡീഷ്യറി സിസ്റ്റം, ഡിസാസ്റ്റർ റിലീഫ്, ടേക്കിംഗ് കെയർ ഓഫ് ബ്രിഡ്ജസ് ആൻഡ് അതർ തിങ്സ് ഓഫ് പബ്ലിക് വെൽഫെയർ. അതായത് ഡിഫെൻസിൻ്റെ പേരിലും എഡ്യൂക്കേഷൻ്റെ പേരിലും മറ്റ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിലും എംപ്ലോയ്മെൻറ്റ് പോലുള്ള പല പല രീതിയിൽ ഹെൽത്ത് കെയർ, ഇലക്ട്രിസിറ്റി, റോഡ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതിൻ്റെയൊക്കെ പേരിലാണ് ഗവൺമെൻറ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിൻ്റ്, മൾട്ടിപ്പിൾ ഗവൺമെൻറ്റിന് ഫിനാൻസിങ്ങിന് വേണ്ടി. അതായത് ഈ ലോക്കൽ ഗവൺമെൻറ്റ്സ്, സ്റ്റേറ്റിൽ പല ലോക്കൽ ഗവൺമെൻറ് ഉണ്ട്, ലൈക്ക് വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഫണ്ട് റിസീവ് ചെയ്യുന്നത്? ഫിനാൻസ് കമ്മീഷൻ എന്നാണ്. ഈ ഫിനാൻസ് കമ്മീഷന് പൈസ എവിടെ നിന്ന് കിട്ടും? ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് വഴിയാണ്. അത് ടാക്സാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. സോ ഫിനാൻസ് കമ്മീഷൻ ഈ കളക്ട് ചെയ്യുന്ന ടാക്സ്, ഈ ഫണ്ട് യൂസ് ചെയ്താണ് ലോക്കൽ ഗവൺമെൻറ്, സ്റ്റേറ്റിലെ ലോക്കൽ ഗവൺമെൻറ്, വില്ലേജ് പഞ്ചായത്ത് പോലുള്ള ലോക്കൽ ഗവൺമെൻറ്റിന് ഫണ്ട് കൊടുക്കുന്നത്. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ഈ ടാക്സ് പേയേഴ്സിന് അവരുടെ ലൈഫിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് അവരുടെ വെൽത്ത് അല്ലെങ്കിൽ ലൈഫിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. ഇൻ കേസ് ഓഫ് എക്സ്റ്റേണൽ അഗ്രഷൻ, എന്തെങ്കിലും എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആൻഡ് റെബലിയൻ മറ്റ് സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇവർക്ക് എന്ത് ചെയ്യും? ലൈഫിൻ്റെ പ്രൊട്ടക്ഷനും അവരുടെ വെൽത്തിൻ്റെ പ്രൊട്ടക്ഷനും ടാക്സ് പേയേഴ്സിന് കൊടുക്കുന്നു. സോ ഈ 3 ബേസിക് റീസൺസിന് വേണ്ടിയിട്ടാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ഇനി പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. 2 ടൈപ്പ് ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ഇൻസിഡൻസും ടാക്സിൻ്റെ ഇമ്പാക്റ്റും സെയിം പേഴ്സണിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ബർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ, ടാക്സ് ബർഡൻ ഷിഫ്റ്റിംഗ് ഇമ്പോസിബിൾ ആണ്. അതായത് ടാക്സിൻ്റെ ബർഡൻ മറ്റൊരാളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല. എക്സാമ്പിളാണ് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് എക്സെട്ര. ഇനി ടാക്സിൻ്റെ ഇൻസിഡൻസും ഇമ്പാക്റ്റും 2 ഡിഫറെൻറ്റ് പേഴ്സൺസിൻ്റെ മുകളിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര് ഇൻഡയറക്റ്റ് ടാക്സ്. എക്സാമ്പിൾ GST. അതായത് ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ടാക്സ് അസസീഡ് ചെയ്യുന്ന ഡയറക്റ്റ്ലി ആണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത്. അവർ തന്നെയാണ് ടാക്സിൻ്റെ ബേർഡൻ അൾട്ടിമേറ്റ്ലി ബെയർ ചെയ്യുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ടാക്സ് റിക്കവർ ചെയ്യുന്ന അസസിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്സ് ബർഡൻ മറ്റൊരു പേഴ്സണിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും, ആ ബർഡൻ പാസ് ചെയ്ത് കൊടുക്കും. മാത്രമല്ല ആ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സാണ്
അൾട്ടിമേറ്റ്ലി ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മുകളിലുള്ള ആ ഒരു ബർഡൻ, ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ആ ടാക്സ് ബിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ബോൺ ചെയ്യുന്ന. അതായത് ഇത്രയേ ഉള്ളൂ. രണ്ട് ടൈപ്പ് ടാക്സസ് ഉണ്ട്: ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് ഇൻസിഡൻസും ടാക്സ് ബേർഡനും എല്ലാം ഒരേ ആളുടെ മുകളിലാണ് ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇൻകം ടാക്സ്. നമ്മൾ ഇൻകം ഏൺ ചെയ്താൽ നമ്മുടെ പോക്കറ്റിൽ നിന്നായിരിക്കും ഇൻകം ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ട. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസ്, എക്സാമ്പിൾ GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എടുക്കാം. ഗുഡ്സ്, സർവീസസ് ഇത് യൂസ് ചെയ്യുന്ന അൾട്ടിമേറ്റ് കൺസ്യൂമറാണ് ഈ ടാക്സ് ബർഡൻ ബെയർ ചെയ്യുന്നത്. പക്ഷേ അടയ്ക്കുന്നത് അല്ലെങ്കിൽ പേ ചെയ്യുന്നത് ആരാണ്? അസസിയാണ്. അസസി മീൻസ് ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണെങ്കിൽ GSTയുടെ കേസിൽ സപ്ലയർ കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന്, സപ്ലയർ റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് സപ്ലയർ അടയ്ക്കും. പക്ഷേ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് RCM, അത് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് പഠിക്കും. പക്ഷേ റെസിപ്പിയൻ്റാണ് അവിടെ, അതായത് അൾട്ടിമേറ്റ് കൺസ്യൂമറാണ് ടാക്സിൻ്റെ ബർഡൻ ബെയർ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് ടൈപ്പ് ടാക്സ് ഉണ്ട്: ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ടാക്സ് മെയിൻലി ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ആണ്. അത് ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന വെൽഫെയർ, സിറ്റിസൻസിൻ്റെ വെൽഫെയർ, പബ്ലിക് വെൽഫെയർ എക്സ്പെൻഡിച്ചേഴ്സ് നടത്താനാണ്, ലൈക്ക് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ എക്സെട്ര. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പം ആരാണോ പേ ചെയ്യുന്നത് അയാൾ തന്നെയാണ്, ആ ടാക്സ് പെയർ തന്നെയാണ് ഡയറക്റ്റ്ലി അതിൻ്റെ മുകളിലുള്ള ടാക്സ് ബർഡൻ ബെയർ ചെയ്യുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസസിൽ അസസി പേ ചെയ്താലും അദ്ദേഹം അത് ആരിൽ നിന്ന് റിക്കവർ ചെയ്യും? അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹം അത് റിക്കവർ ചെയ്യും. ഇനി നമുക്കൊരു ഡിഫറൻസിയേഷൻ നോക്കാം. ടൈപ്പ് ഓഫ് ടാക്സേഷൻ: ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പം സെയിം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പോയിൻ്റ് വൈസിൽ കൊടുത്തേക്കുന്നു. അപ്പോൾ എക്സാമിന് ചോദിച്ചാൽ ഈ പോയിൻ്റായിട്ട് എഴുതിയാൽ കുറച്ചുകൂടെ നല്ല പ്രസൻറ്റേഷൻ ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് ടാക്സിൻ്റെ ഇൻസിഡൻസും ഇമ്പാക്റ്റും സെയിം പേഴ്സണിലാണ് ഫോളോ ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഇൻസിഡൻസും ഇമ്പാക്റ്റും രണ്ട് ഡിഫറെൻറ്റ് പേഴ്സൺസിൻ്റെ മുകളിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇനി ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ അസസി സ്വയമാണ് ആ ടാക്സ് ബെയർ ചെയ്യുന്നത്. ഇറ്റ് പിഞ്ചസ് ദ ടാക്സ് പെയറിനെ അത് വേദനിപ്പിക്കുന്നു. അല്ലെങ്കിൽ ടാക്സ് പെയർ, അതായത് ആ അസസി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ടാക്സിൻ്റെ ബേർഡൻ ബെയർ ചെയ്യേണ്ടത്. ഇനി ഓൺ ദ അതർ ഹാൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ടാക്സ് അസസീൻ്റെ കയ്യിൽ, അതായത് അദ്ദേഹം അസസീൻ്റെ കയ്യിൽ നിന്നാണ് ഗവൺമെൻറ് ടാക്സ് റിക്കവർ ചെയ്തെടുക്കുന്നത്. അയാൾ എന്ത് ചെയ്യും? ആ ബർഡൻ മറ്റൊരു പേഴ്സണിൻ്റെ മുകളിൽ ആ ബർഡൻ പാസ് ചെയ്ത് കൊടുക്കും. ഇറ്റ് ഡസ് നോട്ട് പിഞ്ച് ദ ടാക്സ് പെയറിനെ അത് പിഞ്ച് ചെയ്യുന്നില്ല. അതായത് സപ്ലയർ അദ്ദേഹമാണ്, അസസിയാണ് അത് അടയ്ക്കുന്നെങ്കിലും അദ്ദേഹത്തിന് ഡയറക്റ്റ്ലി അത് ടാക്സ് പിഞ്ച് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആ പൈസ ആരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും? അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. ഇനി ഇൻകം ടാക്സ് എക്സാമ്പിൾ, ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ഇൻകം ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ GST, കസ്റ്റംസ് ഡ്യൂട്ടി എക്സെട്ര. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് അതിൻ്റെ മുകളിൽ ഉള്ള ടാക്സാണ്. അത് ലേറ്റർ നമ്മൾ പഠിക്കും. ഇനി ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻകത്തിൻ്റെ മുകളിലാണ് ലെവി ചെയ്യുന്നത്. എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ലെവീഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, എക്സാമ്പിൾ GST. ദിസ് ടൈപ്പ് ഓഫ് ടാക്സ് ലീഡ്സ് ടു ഇൻഫ്ലേഷൻ ആൻഡ് ഹാവ് വൈഡർ ബേസ്. ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് ആൻഡ് ഹാവ് വൈഡർ ബേസ്. ഇപ്പോൾ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സിൻ്റെ ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ പെൻ, അതിൻ്റെ പ്രൈസ് കൂടിയ ആ പ്രൈസിൻ്റെ മുകളിലായിരിക്കും നമ്മൾ GST കളക്ട് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള GST കളക്ട് ചെയ്യുന്നത്. സോ അത് ഇൻഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇനി ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചറാണ്, ഇൻഡയറക്റ്റ് ടാക്സ് റിഗ്രസീവ് ഇൻ നേച്ചറാണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഹയർ ഇൻകം ഉള്ള ആളിൽ നിന്ന് ഹയർ ടാക്സ് റേറ്റ് ആണ് കളക്ട് ചെയ്യുന്നത് ആൻഡ് വൈസ് വേഴ്സ. സോ അത് പ്രോഗ്രസീവ് നേച്ചറാണ്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് റിഗ്രസീവ് ഇൻ നേച്ചറാണ്. എക്സാമ്പിൾ ഇറ്റ് മീൻസ് എല്ലാ ആൾക്കാരും ഈക്വൽ റേറ്റ് ഓഫ് ടാക്സ് ആണ് ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ അവർ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ മുകളിൽ ബെയർ ചെയ്യുന്നത്. അതായത് ഈക്വൽ ടാക്സ് റേറ്റ് വേണം എല്ലാ ആൾക്കാരും കൊടുക്കാൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ എബിലിറ്റി. അവർ പാവപ്പെട്ടവരാണോ റിച്ചാണോ ഒന്നൊന്നും നോക്കുന്നില്ല, എല്ലാവരും ഈക്വൽ എമൗണ്ട് ഓഫ് ടാക്സ്, ഈക്വൽ റേറ്റ് ഓഫ് ടാക്സ് ആണ് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും അടയ്ക്കേണ്ടത്. യൂസ്ഫുൾ ടൂൾ ടു പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ ബൈ ചെക്കിംഗ് കൺസംഷൻ ഓഫ് ഹാംഫുൾ ഗുഡ്സ് ഓർ സിൻ ഗുഡ്സ് ത്രൂ ഹൈ റേറ്റ് ഓഫ് ടാക്സ്. അതായത്
ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു യൂസ്ഫുൾ ടൂളാണ്. എന്തിന്? സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ. എന്തിൻ്റെ രീതിയിൽ? ഹാംഫുൾ ഗുഡ്സ് അല്ലെങ്കിൽ സിൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആൽക്കഹോൾ, ഇതിൻ്റെയൊക്കെ മുകളിൽ ഹയർ റേറ്റ് ഓഫ് ടാക്സ് ആണ് ലെവി ചെയ്യുന്നത്. സോ ദാറ്റ് എല്ലാവർക്കും അങ്ങനെ ഈവൻ ദോ വേണ്ടവർ വാങ്ങി കുടിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് വേണ്ടവർ കൺസ്യൂം ചെയ്യും, എത്ര പൈസ കൂടിയാലും കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിൻ ഗുഡ്സിൻ്റെ പ്രൊമോഷൻ കുറയ്ക്കുന്നു. അതിൻ്റെ കൺസംഷൻ ആൾക്കാർ കുറയ്ക്കാൻ വേണ്ടി, അതായത് സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നു ഇൻഡയറക്റ്റ് ടാക്സ് വഴി. സോ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ പ്രോഗ്രസീവ് ഇൻ നേച്ചറാണ്. ഹൈ ഇൻകം ഉള്ളവർ ഹൈ ടാക്സ് പേ ചെയ്യും, ലെസ് ഇൻകം ഉള്ളവർ ലെസ് ടാക്സ് അല്ലെങ്കിൽ നിൽ ടാക്സ്. ഒരു ബേസിക് എക്സംഷൻ ലിമിറ്റ് കാണും. ഇതിനെക്കുറിച്ച് ലേറ്റർ പഠിക്കാം. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ റിഗ്രസീവ് ഇൻ നേച്ചറാണ്. ഓൾ പേഴ്സൺ ലോ ഓർ ഹൈ ഇൻകം എല്ലാവരും പേ ദിസ് ടാക്സ് ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അവർക്ക് എത്രത്തോളം ഗുഡ്സും സർവീസ് കൺസ്യൂം ചെയ്യുന്നോ അതിൻ്റെ പ്രൈസിന് മുകളിലാണ് അവർ GST റേറ്റ് അപ്ലൈ ചെയ്തിട്ട് അത്രയും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ളത്.